ഇന്നലെ ഈ ഒരു ചെങ്ങായിയുടെ എന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വേറെ കുറെ ചെങ്ങായിമാർ എനിക്ക് അയച്ചു തന്നു. ഞാൻ കാപട്യം നിറഞ്ഞ സമൂഹമെന്ന് ആരെയാണ് ഉദ്ദേശിച്ചത് ഇത് അവിടെ തന്നെ കൊണ്ടു. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ മണ്ടത്തരമാണെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ആളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ചേട്ടന്റെ കമന്റ് ബോക്സിൽ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നടക്കുന്ന സോഷ്യൽ മീഡിയ ഡിസ്കഷൻസിനിടയിൽ അവിചാരിതമായിട്ട് എന്റെ കണ്ണിൽപ്പെട്ട ഒരു മലയാളം കോണ്ടന്റ് ക്രിയേറ്ററുടെ റീലാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തത്. ഒരു 20 സെക്കൻഡ് ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കി. ആ ചെങ്ങായി, ആ റീലിലുള്ള ചെങ്ങായി പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഈ ചെങ്ങായിക്ക് മനസ്സിലാവാനായിട്ടാണോ അതോ മനസ്സിലാവാത്ത പോലെ മണ്ടം കളിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇരുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ മഹാവിട്ടിത്തരങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പുകഴ്ത്തിയ ഒരാളെ, ഇന്നലെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്ത ഒരാളെ ഇന്ന് വിമർശിക്കുന്നത് കപടതയാണ്. കപടതയല്ല, ഇന്നലെ നമ്മൾ തെരഞ്ഞെടുത്ത ഒരാളെ ഇന്ന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നത് കപടതയുള്ള ഒരു സമൂഹത്തിന്റെ എത്ര മനോഹരമായിട്ടാണ് ആൾ എന്റെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ ധ്രുവറാത്തിയുടെ കണ്ടന്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആൾക്ക് നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആണ്, സ്ട്രെയിറ്റ് ആണ്. ചില പ്രത്യേക ഇൻസ്റ്റാ പ്രൊഫൈലുകളിൽ നിന്ന് വന്ന രാഘവ് ചദ്ദ സ്തുതി 24 മണിക്കൂർ കൊണ്ട് മാറിയെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് കൂടെ ചേട്ടൻ പറഞ്ഞു തരണം. ആ ചുരുങ്ങിയ ഒരു നേരം കൊണ്ട് അത്രയും നാളെ ചെയ്യാത്ത എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? ആ കാരണം പറയില്ല, ഞങ്ങൾ വെറുതെ അങ്ങ് എതിർക്കും. ആം ആദ്മി പാർട്ടിയുടെ വക്താക്കൾ വന്ന് രാഘവ് ചദ്ദയ്ക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോഴാണ് ഈ യൂട്ടേൺ അടി നടന്നത്. സമൂസയെ പറ്റി സംസാരിക്കാനല്ല, BJPക്കെതിരെ സംസാരിക്കാനാണ് നിന്നെ അങ്ങോട്ടേക്ക് അയച്ചത്. മോദിയെ നിനക്ക് ഭയമാണ് എന്നുള്ള ശകാരമാണ് രാഘവ് ചദ്ദയ്ക്കെതിരെ അവർ നടത്തിയത്. അതായത് ഇത്രയും നാളുണ്ടായ ആളുടെ എല്ലാ മെറിറ്റും അവിടെ ക്യാൻസൽ ആക്കി കളയുകയാണ്. അപ്പോൾ ആളുടെ മെറിറ്റ് ആയിരുന്നോ നിങ്ങളുടെയൊക്കെ BJP ഹെയ്റ്റ് ആയിരുന്നോ ഡോമിനന്റ്? ഇത് തന്നെയാണ് ഞാൻ എന്റെ റീലിലും പറഞ്ഞത്. ഇതിലും ക്ലിയർ ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. അയാൾ BJPയിലേക്ക് പോകുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു റൂമർ വന്നപ്പോൾ തന്നെ ഇതാണ് സ്ഥിതി. നല്ലതിനെ നമ്മൾ അംഗീകരിക്കില്ല. ഒരാൾ നല്ലതാവണമെങ്കിൽ അയാൾ നിർബന്ധമായി മോദിയും കൂടെ വിമർശിച്ചിരിക്കണം എന്നൊക്കെയുള്ളതാണ് ഇവരുടെയൊക്കെ നിലപാട്. അത് വല്ലാത്തൊരു നിലപാടാണ്. തങ്കി രാജ്യസ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്നാ സാധനം പൊതിഞ്ഞുകൊണ്ട് വന്നാലും അതിനെ അംഗീകരിക്കാനായിട്ട് ഞാൻ റെഡിയല്ല. റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. ഞാൻ റെഡിയല്ല. കാരണം കൊണ്ടുവന്നത് സംഖ്യയാണെന്നുണ്ടെങ്കിൽ അത് രാജ്യസ്നേഹം ആയിരിക്കില്ല. ഇത് തന്നെയല്ലേ ചേട്ടാ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞത്. നിങ്ങൾ തന്നെ ഇവിടെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. നിങ്ങൾ മുൻവിധിയോട് കൂടിയാണ് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നുള്ളത്. എനിക്കിഷ്ടമല്ലാത്ത പ്രത്യയശാസ്ത്രത്തിലുള്ളവർ എന്ത് നല്ലത് കൊണ്ടുവന്നാലും ഞാൻ അംഗീകരിക്കില്ല. ഞാൻ അതിനെ എതിർക്കും, മരണം വരെ എതിർക്കും എന്നാണ് ഈ ചെങ്ങായി പറയുന്നത്. ശ്രീമാൻ APJ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്ത് ചേട്ടൻ ഈ എതിർക്കുന്ന പ്രത്യയശാസ്ത്രക്കാരാണ്. അന്നും ചേട്ടനെ പോലുള്ള ഈ മുൻവിധിക്കാർ അതിനെ എതിർത്തിരുന്നു. ഇന്നും ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ പല സ്ഥാനത്തും ഇരിക്കുന്നത് ഇതേ പ്രത്യയശാസ്ത്രക്കാരാണ്. അപ്പോൾ എല്ലാ മെറിറ്റുകളെയും ചേട്ടന്റെ ഈ ബ്രില്യന്റ് ലോജിക്ക് വെച്ച് ഇങ്ങനെ എതിർക്കാൻ തുടങ്ങിയാൽ ജീവിതം മൊത്തം ഇങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.